ഇപ്പോൾ മലപ്പുറം ജില്ലയാണ് സംസ്ഥാനത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ളത്. ഇതാ ഈ വി ഡി സതീശന്റെ പ്രതികരണം വന്നതിന് പിന്നാലെ അത്തരം ആവശ്യങ്ങൾ അവിടെ ശക്തമാവുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ആ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ സ്വാഭാവികമായും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് ഈ മലപ്പുറം ഉൾപ്പെടുന്ന പ്രദേശത്തെക്കുറിച്ചായിരിക്കുമെന്നത് തർക്കമില്ല. അതുകൊണ്ട് തന്നെ അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, നേരത്തെ നമ്മൾ വിശദമായി തന്നെ പ്രേക്ഷകരുമായി ഇതിന്റെ ഡേറ്റകൾ ഉൾപ്പെടെ പങ്കുവച്ചിട്ടുള്ളതാണ്, ജനസംഖ്യാ കണക്കുകളും മറ്റുമൊക്കെ. അതിനുശേഷം ഇതാ ഒരിക്കൽ കൂടി വി ഡി സതീശൻ ഈ വിഷയം ഓൺ ചെയ്യുമ്പോൾ അവിടെ ആവശ്യം വീണ്ടും ശക്തമാകുന്നു. അതിൻ്റെ ഒരു പൊളിറ്റിക്സും പ്രധാനപ്പെട്ടതാണല്ലോ അനുമോദ്. തീർച്ചയായും ഇന്നലെ വി ഡി സതീശൻ ഇക്കാര്യം മുന്നോട്ട് വെച്ചതിന്റെ പിന്നാലെ തന്നെ താനൂർ MLA PK നവാസ് പങ്കുവച്ച സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റ് തന്നെ ഇത് വിളിച്ചു പറയുന്നതാണ്. അദ്ദേഹം പറയാതെ പറയുന്നത് മൂവാറ്റുപുഴയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണെങ്കിലും മലപ്പുറത്തിന് ഒരു പരിഗണന നൽകണമെന്ന് തന്നെയാണ്. അത് പലപ്പോഴും മുസ്ലിം ലീഗ് MLA-മാരെയും മുസ്ലിം ലീഗ് നേതാക്കളും ഒന്നും ഓൺ ചെയ്യാത്ത ഒരു കാര്യമാണ് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള കാര്യം. അത് അവർക്കെതിരെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നതിലൂടെ വളരെ തന്ത്രപരമായ നിലപാടാണ് ഈ കാര്യങ്ങളിലൊക്കെ അവർ സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോഴും പരസ്യ പ്രതികരണത്തിന് അവരൊന്നും തയ്യാറായില്ലെങ്കിലും ഇതിൽ മുഖ്യമന്ത്രി നിയോഗിക്കുന്ന സമിതി തീരുമാനിക്കട്ടെ എന്ന ഒരു സ്വതന്ത്ര നിലപാട് അവർ എടുത്ത് ഇതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ മൂവാറ്റുപുഴ എന്ന ജില്ലയ്ക്ക് വേണ്ടിയുള്ള ആവശ്യം മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെക്കുമ്പോൾ അതിന്റെ ചൂട് പിടിച്ച് മുസ്ലിം ലീഗും അവരുടെ മലപ്പുറം ജില്ലാ വിഭജനം എന്നൊരു ആവശ്യം പരസ്യമായിട്ട് ഉന്നയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. PK നവാസിന്റെ പോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വളരെ ശ്രദ്ധേയമായിട്ട് ഒന്നാണ്. അദ്ദേഹം പരോക്ഷമായിട്ട് ജില്ലാ വിഭജനത്തിന്റെ ആവശ്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യമാണ് അതിൽ വ്യക്തമായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും SDPI ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് BJP അതിനെതിരെ രംഗത്ത് വന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സൂപ്പർ മുഖ്യമന്ത്രി, അതായത് ഈ ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ ഫോട്ടോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൽ PK കുഞ്ഞാലിക്കുട്ടി ഈ വി ഡി സതീശന്റെ കൂടെയും അതേപോലെ വിജയുടെ മൂവാറ്റുപുഴ ജില്ല കേരളത്തിന്റെ അനിവാര്യതയാണ്. ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ നൽകാനും ഭരണ സൗകര്യം വർദ്ധിപ്പിക്കാനും തീർച്ചയായും ഒരു പുതിയ ജില്ല എന്നത് ഗുണകരമാകുമെന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ മൂവാറ്റുപുഴയോടൊപ്പം തന്നെ മറ്റ് ജില്ലകളുടെ കൂടി ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ്. നേരത്തെയും ഈ ആവശ്യം ഉയർന്നു വന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രി തന്നെ ജില്ലാ രൂപീകരണ ചർച്ചകൾ സജീവമാക്കുമ്പോൾ മറ്റ് മേഖലകളിൽ നിന്ന് ആവശ്യം തുടരുന്നത്. അനുമോദ്, തുടരാം. അഭിലാഷ്, അത് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ വിഷയത്തിൽ ലീഗിന്റെ ഒരു നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമോ എന്ന ചോദ്യം വളരെ പ്രധാനമായിട്ട് ഉയരുന്നത്. പ്രത്യേകിച്ച് SDPI വെൽഫെയർ പാർട്ടിയൊക്കെയാണ് ഈ വിഷയത്തിൽ ഈ ഒരു വിഭജനം എന്ന ആവശ്യവുമായി മുൻനിർത്തി രംഗത്തെത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷവും ഇവിടെ തന്ത്രപരമായ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നൊക്കെ അവർ വിട്ടുനിൽക്കുന്ന, ഇടതുപക്ഷം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്നാണെങ്കിലും ഇക്കാര്യത്തിൽ പഠനം നടക്കട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്നൊരു തന്ത്രപരമായ നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ഇതിൽ പരസ്യമായ ഒരു നിലപാടിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഓണത്തിന് ശേഷം അത്തരത്തിലൊരു പഠനം നടത്തുന്നതിന്, അത്തരത്തിൽ സാധ്യതകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കുന്നതിന്, ഒരു സമിതിയെ നിയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ മുൻനിർത്തി കൂടുതൽ വിവാദങ്ങളിലേക്ക് മുസ്ലിം ലീഗ് കടക്കുന്നില്ല. പക്ഷേ ജില്ലാ വിഭജനം അനിവാര്യമാണെന്ന ആവശ്യം അവർ പരസ്യമായിട്ട് ഇത്തരത്തിൽ ഈ ഒരു മൂവാറ്റുപുഴയെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗും അവകാശപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ PK നവാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും. അതാണ്, അതായത് ജില്ലാ രൂപീകരണ ചർച്ചകൾ വീണ്ടും സംസ്ഥാനത്ത് സജീവമാകുമ്പോൾ ജില്ലാ രൂപീകരണ ആവശ്യം പല കോണുകളിൽ നിന്നും ശക്തി പ്രാപിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാനി പോളും ഒപ്പം CV അനുമോദും നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.